Good morning, friends. Good morning, Miss. എൻ്റെ സെമിനാർ ടോപ്പിക്ക് ഡെവലപ്മെൻറ്റ് ബാങ്ക്സും അതിൻ്റെ ഫങ്ഷൻസും ഒബ്ജക്റ്റീവ്സും ആണ്. സോ ഫസ്റ്റ് തന്നെ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്താണ്, അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. Development banks are specialized financial institutions. They provide medium and long-term finance to the industrial and agricultural sector. They provide finance to both private and public sectors. Development banks are multi-purpose financial institutions. They do term lending, investment in securities and other activities. They even promote saving and investment habit in the public. അതായത് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള ലോങ് ടേം ആൻഡ് മീഡിയം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ടേം ലെൻഡിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റീസ് ഇങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നത് പബ്ലിക്കിന് സേവിങ്സ് ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറയുന്നത് മൾട്ടി പർപ്പസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളതാണ്. ഡിഫറെൻറ്റ് ഫോംസിലുള്ള ഫെസിലിറ്റീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലോണായിട്ടും, അണ്ടർ റൈറ്റിംഗ് ഇഷ്യൂസ് ആയിട്ടും, സബ്സ്ക്രൈബ് ടു ദ ഇഷ്യൂസ് ആയിട്ടും, ഗ്യാരണ്ടി ദ ബോറോയിങ്, ഫെസിലിറ്റേറ്റ് ദ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സെട്ര. ഇങ്ങനത്തെയൊക്കെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ബിസിനസ്സിന് നൽകുന്നത് കൊണ്ടും അതുകൊണ്ടാണ് ഒരു മൾട്ടി പർപ്പസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ഡെവലപ്മെൻറ്റ് ബാങ്കിനെ പറയുന്നത്. പിന്നെ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി ലോങ് ടേം ക്രെഡിറ്റ് സർവീസ് ആണ്. ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ടേം തന്നെ ഉണ്ട്, ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ വേർഡ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഡെവലപ്മെൻറ്റ് ബാങ്ക് ഈസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിനെയാണ്. അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി ലോങ് ടേം ക്രെഡിറ്റ് സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം പ്രോസസ്സാണ്. സോ അതിന് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ലോങ് ടേം ആയിട്ടുള്ള ക്രെഡിറ്റ് സർവീസൊക്കെ ഡെവലപ്മെൻറ്റ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതൊരു വേൾഡ് ബാങ്ക് ആണ്. ഇത് ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഒരു മെയിൻ എക്സാമ്പിളാണ്. ദെൻ the first government sponsored DFI was formed in Netherlands in 1822. 1822 നെതർലാൻഡിലാണ് ഫസ്റ്റ് ഗവൺമെൻറ് സ്പോൺസേഡ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നത്. ഇനി ഇന്ത്യയിലുള്ള ഈ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് IFCI. IFCI ആണ് ഇന്ത്യയിലെ ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. 1948 ഇത് ഫോം ചെയ്തത്. പിന്നെ ICICI, IDBI, SFC, സിഡ്ബി, എക്സിം, സിഡ്കോ, നബാർഡ് ഇതൊക്കെ ഇന്ത്യയിലുള്ള എക്സാമ്പിൾസ് ആണ്. ദെൻ ഡെഫിനിഷൻ. As per banking subject, development banks are financial institutions established to lend finance on subsidized interest rate. Such lending is sanctioned to promote and develop important sectors like agriculture, industry, import, export, housing and allied activities. സബ്സിഡൈസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ നൽകാൻ ഫോം ചെയ്തൊരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഹൗസിംഗ് ഇങ്ങനെയൊക്കെയുള്ള ഇമ്പോർട്ടൻറ്റ് സെക്ടേഴ്സിനെ എൻകറേജ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനൊക്കെ ലോൺ കൊടുക്കുന്നതും ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഒരു ഫീച്ചറാണ്. ഇതൊക്കെയാണ് ഡെഫിനിഷനിൽ പറയുന്ന കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് പാർട്ട് ഫങ്ഷൻസ് ആണ്. So, first function to promote and develop small scale industries in India. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് SSIസിൻ്റെ ഡെവലപ്മെൻറ്റും പ്രൊമോഷനും. ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിനും പ്രൊമോഷനും വേണ്ടിയിട്ട് വലിയൊരു റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് സിഡ്ബി പോലുള്ള ബാങ്ക്സൊക്കെ SSIസിന്
മീഡിയം ലോങ് ടേം ലോൺസൊക്കെ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. ഈ സീഡ് ക്യാപിറ്റൽ, ഇക്വിപ്മെൻറ്റ് ഫിനാൻസ് ഇങ്ങനത്തതൊക്കെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഡെവലപ്മെൻറ്റ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് ഫങ്ഷനാണ് ടു ഫിനാൻസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഹൗസിംഗ് സെക്ടർ ഓഫ് ഇന്ത്യ. ഡെവലപ്മെൻറ്റ് ഓഫ് ഹൗസിംഗ് സെക്ടർ. ഹൗസിംഗ് സെക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത ഒരു ബാങ്കാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. റീഫിനാൻസ് ചെയ്യാനും പിന്നെ ഹൗസിംഗ് സെക്ടറിന് ക്രെഡിറ്റ് നൽകിയിട്ട് അതിലൂടെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഹൗസിംഗ് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഡെവലപ്മെൻറ്റ് ഓഫ് ഹൗസിംഗ് സെക്ടർ എന്ന് പറയുന്നത് ഫങ്ഷൻ ചെയ്യുന്നത്. ദെൻ തേർഡ് പോയിൻറ്റ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റും പ്രൊമോഷനാണ്. SSI പോലെ തന്നെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസും അതിനും ഇങ്ങനത്തെ ഈ ലോൺസൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തിട്ട് അതിൻ്റെ പ്രൊമോഷനും ഡെവലപ്മെൻറ്റും എൻഷുർ ചെയ്യുക. ദെൻ ഫോർത്ത് ഫങ്ഷൻ ടു ഹെൽപ്പ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് റൂറൽ ഇന്ത്യ. അഗ്രികൾച്ചർ സെക്ടറും റൂറൽ ഇന്ത്യയും അതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ നബാർഡൊക്കെ പോലത്തെ ബാങ്ക്സാണ് അതിന് ഈ ലോൺസൊക്കെ കൊടുക്കുന്നത്. അഗ്രികൾച്ചർ സെക്ടറിൻ്റെയും റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിനൊക്കെ ഫിനാൻസ് നൽകി പ്രൊമോട്ട് ചെയ്യുന്നു. ദെൻ ഫിഫ്ത്ത് പോയിൻറ്റ് ടു എൻഹാൻസ് ദ ഫോറിൻ ട്രേഡ് ഓഫ് ഇന്ത്യ. ഫോറിൻ ട്രേഡിന് സപ്പോർട്ട് ചെയ്യുന്നൊരു ബാങ്കാണ് ഈ എക്സിം ബാങ്ക്. അത് ഇന്ത്യയിലുള്ള എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനൊക്കെ ലോങ് ടേം ക്രെഡിറ്റ് ഫെസിലിറ്റി നൽകിയിട്ട് അതിലൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാങ്കാണ് എക്സിം ബാങ്ക്. അപ്പോൾ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഫോറിൻ ട്രേഡാണ്. ദെൻ സിക്സ്ത് ഫങ്ഷൻ ടു ഹെൽപ്പ് ടു റിവ്യൂസ് സിക്ക് ആൻഡ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. ഇത് ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് അല്ലെങ്കിൽ ഡെല്ലായിട്ട് നിൽക്കുന്ന ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. പിന്നെ സെവൻത്ത് പോയിൻറ്റ് ടു എൻകറേജ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എൻ്റർപ്രണേഴ്സ് ഇൻ ഇന്ത്യ. എൻ്റർപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ഇന്ത്യയിലുള്ള ഈ നബാർഡ്, സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ഇതൊക്കെ എൻ്റർപ്രണേഴ്സിന് ട്രെയിനിങ്ങും പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യാനും പിന്നെ ബിസിനസ് മാനേജ്മെൻറ്റ് സ്കിൽസൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ബാങ്ക്സാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആണ് സെവൻത്ത് ഫങ്ഷനിൽ പറയുന്നത്. ദെൻ എയ്ത്ത് പോയിൻ്റാണ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ടു പ്രൊമോട്ട് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ബാക്ക്വേർഡ് റീജിയൻസ് ഓഫ് ദ കൺട്രി. അത് ബാക്ക്വേർഡ് ഏരിയാസിൽ ഉള്ള ആൾക്കാർക്കൊക്കെ ന്യൂ കമ്പനീസും വെഞ്ചേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ലാസ്റ്റ് ആൻഡ് നയൻത്ത് പോയിൻ്റാണ് ടു കോൺട്രിബ്യൂട്ട് ഇൻ ദ ഗ്രോത്ത് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്സ്. കോൺട്രിബ്യൂഷൻ ടു ദ ക്യാപിറ്റൽ മാർക്കറ്റ്സ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ഇക്വിറ്റി ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്സ് ഇങ്ങനത്തെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഈ കോൺട്രിബ്യൂഷൻ ടു ക്യാപിറ്റൽസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. സോ അതാണ് ഇത്. ഈ 9 പോയിൻറ്റ്സാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഡെവലപ്മെൻറ്റ് ബാങ്ക്സിന് മെയിനായിട്ട് 5 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. സോ ഫസ്റ്റ് വൺ, റാപ്പിഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. അതായത് ഇന്ത്യൻ എക്കണോമീൻ്റെ ഒരു ഡൈനാമിക് സെക്ടർ എന്ന് പറയുന്നത് തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. രാജ്യത്തിൻ്റെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഇൻകം ജനറേഷനൊക്കെ മെയിൻ കോൺട്രിബ്യൂഷൻ നൽകുന്നതും ഈ ഇൻഡസ്ട്രീസ് തന്നെയാണ്. അതിനായിട്ടൊരു ന്യൂ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷനും ഡൈവേഴ്സിഫിക്കേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള ഫണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ്. ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഈ ഫണ്ട്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഇൻഡസ്ട്രീസിൻ്റെയും അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തും ആക്സിലറേറ്റ് ചെയ്യുന്നു. ഡെവലപ്മെൻറ്റ് ബാങ്കിങ് ഇൻഡസ്ട്രിയലൈസേഷൻ പ്രോഗ്രാംസൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്
ഉണ്ടാവുന്നു. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. ഇനി നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എൻകറേജിങ് എൻ്റർപ്രണേഴ്സ് ആണ്. അപ്പോൾ എൻകറേജിങ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുമ്പോൾ ഈ വളർന്നു വരുന്ന ഈ ഇൻവെസ്റ്റേഴ്സിനൊക്കെ അവരുടേതായ ഓരോരോ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അതിനൊക്കെ എൻകറേജ് ചെയ്യുക. പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസും കാര്യങ്ങളൊക്കെ നൽകുന്നത് ഈ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ്. ദെൻ തേർഡ് പോയിൻറ്റ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ആണ്. ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് പറയുമ്പോൾ ഈ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ഉള്ള എൻ്റർപ്രണേഴ്സിന് ലോ റേറ്റിലുള്ള ലോൺസൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, ഒരു പകുതി വരെ ഈ റീജിയണൽ ഡിസ്പാരിറ്റീസൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ബാക്ക്വേർഡ് ആയിട്ടുള്ള എൻ്റർപ്രണേഴ്സൊക്കെ ലോൺസൊക്കെ കിട്ടിയിട്ട് നല്ല ഒരു ഇതിലേക്ക് വരും. അപ്പോൾ എന്താ, ഈ ഒരു ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് അവിടെ ഫോം ചെയ്യും. ദെൻ ഫോർത്ത് പോയിൻറ്റ് ഫില്ലിംഗ് ഗ്യാപ്പാണ്. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിന് വേണ്ട എല്ലാ ഫൈനാൻഷ്യൽ നീഡ്സൊന്നും കൊമേഴ്ഷ്യൽ ബാങ്കിന് ഫുൾഫിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഈ ലോൺ കൊടുക്കുന്നത് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ്. അതായത് ഇപ്പോൾ ഈ ഓർഗനൈസ്ഡ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ആബ്സെൻസ്, ഫിനാൻസിങ് ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസിൻ്റെയും ആബ്സെൻസ്, ഇതൊക്കെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ക്രെഡിറ്റ് നൽകി ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യുക എന്നുള്ളത് ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ റൂറൽ ഏരിയാസിലൊക്കെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ബാങ്ക്സിനൊക്കെ ട്രെയിനിങ് നൽകിയിട്ടും റിസർച്ചിങ് ഫെസിലിറ്റീസൊക്കെ ഓഫർ ചെയ്യുന്നു. ഇതൊക്കെ നബാർഡിൻ്റെ ഒരു ഫീച്ചറാണ്. സോ ഇങ്ങനത്തെ ബാങ്ക്സ്, ഈ ഡെവലപ്മെൻറ്റ് ബാങ്ക്സൊക്കെ ഇങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ഗവൺമെൻറ്റിന് വളരെയധികം യൂസ്ഫുൾ ആവാറുണ്ട്. ഈ ഗവൺമെൻറ്റ്സിൻ്റെ ഓരോരോ ഈ ഫിനാൻഷ്യൽ പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി ഈസി ആവും. അപ്പോൾ ഇങ്ങനത്തെ ഇതിലൂടെയാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഗവൺമെൻറ്റിന് ഹെൽപ്പ് ആവുന്നത്. സോ എൻ്റെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ്.